കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ടൊമാറ്റോ സോസിന്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 വലിപ്പമുള്ള നല്ല പഴുത്തിട്ടുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കർ യൂസ് ചെയ്യാം. കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 വിസിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കുക്കായി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെയും കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതേപോലെ തൊലിയൊക്കെ പൊട്ടി വന്നു കഴിഞ്ഞാൽ തൊലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അതോടുകൂടി നന്നായിട്ടൊന്ന് ഫൈനായിട്ട് തണുത്ത് കഴിയുമ്പോൾ അരച്ചെടുക്കാവുന്നതാണ്. അരച്ചെടുത്തതിന് ശേഷം കുറച്ച് വലിപ്പമുള്ള അരിപ്പയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. മെയിൻ ഐറ്റം ഇവിടെ റെഡിയാണ്. ഇനി അതിന്റെ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചേർക്കുന്നത് ബീട്രൂട്ടിന്റെ ജ്യൂസ് ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർക്കാവുന്നതാണ്. കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ ബീട്രൂട്ടിന്റെ ജ്യൂസ് ആണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കേണ്ടത് 3 ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ്. ഞാൻ അതിന് പകരമായിട്ട് ലെമൺ ജ്യൂസ് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു നാരങ്ങയുടെ ഫുൾ നീരും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഈ ഒരു അളവിന് തക്കാളി എടുക്കുമ്പോൾ. അതിനുശേഷം ടേസ്റ്റിന് വേണ്ടിയിട്ട് ഉപ്പിടുന്നുണ്ട്. ആ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗറിന് പകരം ഞാനിവിടെ ചേർക്കുന്നത് ശർക്കരയാണ് കേട്ടോ. ശർക്കര പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ ക്രിഷ്ഡ് ആയിട്ടുള്ള ചില്ലി കൂടി ആ ഒരു എരിവിന് വേണ്ടിയിട്ട് ക്രിഷ്ഡ് ചില്ലി കൂടി ചേർക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇടിച്ച വറ്റൽ മുളക് കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കുക. ഇനി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. അതിനുശേഷം ആ ഒരു കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇളച്ച് ഇതേപോലെ തെറിച്ച് തുടങ്ങുന്ന ആ ഒരു പരുവാകുമ്പോൾ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പാനിലേക്ക് എടുത്ത് ഇതേപോലെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. സോസ് ഇങ്ങനെ നമുക്ക് ഡ്രോപ്പ് ആയിട്ട് ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ താഴെയായിട്ട് വെള്ളം നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമാണ് കേട്ടോ. നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ ഒരു ടൈം ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു നനവില്ലാത്ത നല്ലൊരു കണ്ടെയ്നറിൽ എയർ ആയിട്ടുള്ള കണ്ടെയ്നറിൽ നിങ്ങൾക്ക് ഇത് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇതിനകത്ത് വിനാഗിരിയോ അല്ലാന്നുണ്ടെങ്കിൽ ഷുഗറോ ഒന്നും ചേർക്കുന്നില്ല. ഉപ്പ് നിങ്ങൾ ബാലൻസ് ചെയ്ത് തന്നെ ഇടുക. ഞാനിപ്പോൾ ഇവിടെ 6 ടീസ്പൂണോളം ഉപ്പും 1/4 കപ്പോളം ശർക്കരപ്പൊടിയാണ് കേട്ടോ ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇതേ അളവിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ കളറും ടെക്സ്ചറും സ്വാദും ഒക്കെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കെച്ചപ്പാണ് കേട്ടോ. ഒരു റമദാൻ മാസത്തിലൊക്കെ നന്നായിട്ട് സ്നാക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോയ്സാണ്. അപ്പോൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കണ്ട. ഇതുപോലെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.